ഞാനിപ്പോൾ ഉള്ളത് ഈ ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. ഇവിടെ ഭക്തരൊക്കെ വലിയ ആവേശത്തിലാണ്. കാരണം അവരുടെ ക്ഷേത്രത്തിലെ പൂജാരി തന്നെ ഈ ശബരിമല മേൽശാന്തിയായി എത്തുന്നു. അത്തരമൊരു നിയോഗം ഭക്തരെ സംബന്ധിച്ചെല്ലാം തന്നെ വലിയ സന്തോഷമാണ്. ചേച്ചി എന്തായാലും ഇവിടുത്തെ പൂജാരി തന്നെ മേൽശാന്തിയായി എത്തുകയാണ്, എങ്ങനെയാ? എല്ലാ ആഴ്ചയിലും വരാറുണ്ട്, സന്തോഷമാണ്, വളരെ സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ശബരിമല മേൽശാന്തി. എന്തു തോന്നുന്നു? ഹാപ്പി. ഇനി സന്തോഷത്തിൽ പല സന്തോഷമൊന്നുമില്ല, വളരെയധികം സന്തോഷം. ഞാൻ മൂന്നാമത്തെ തവണയാണ് അപേക്ഷിക്കണേ. എൻ്റെ നമ്പർ 9 9ാമത്തെ നമ്പറായിരുന്നു. ഭാഗ്യമാണ്. ഈ നേരത്തെ 3 തവണ അപേക്ഷിച്ചിരുന്നു, അന്നൊക്കെ നിരാശ 2 തവണ. ഇത് 3ാം തവണയാണ്. അന്നൊക്കെ ഭയങ്കര ഈ നറുക്കെടുപ്പിന് ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു. ഇപ്രാവശ്യം ആങ്സൈറ്റി ഒന്നും ഉണ്ടായില്ല. ഈ 14 പേരും ഒരേപോലെ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ, അതിൽ കിട്ടിയതിൽ അയ്യപ്പൻ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. നറുക്കെടുപ്പ് കണ്ടിരുന്നോ? ക്ഷേത്രത്തിനകത്തായിരുന്നു. ഞാനിവിടെ ആയിരുന്നു. 24 വിളിച്ചിരുന്നുണ്ട്. അങ്ങനെ ഫോൺ നിർത്താണ്ട് അടിക്കണുണ്ടായപ്പോഴാണ്. ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇല്ല, പ്രതീക്ഷ ഉണ്ടായില്ല. അല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രതീക്ഷ ഇല്ല. അല്ല, അപ്പോൾ ആ ഫസ്റ്റ് തവണ മാത്രമേ ആങ്സൈറ്റി ഉണ്ടായുള്ളൂ. 2ാമത്തെ തവണ ഇപ്പോൾ ഇത്തിരി കൂടെ കുറഞ്ഞു. 3ാമത്തെ തവണ ഇപ്പോൾ ഈ റെഗുലറായിട്ട് പോലെ. ഇനിയിപ്പോൾ എന്നാ പോകാൻ ഉദ്ദേശിക്കുന്നത്? എത്രയും പെട്ടെന്ന് പോകും. നാളെയോ മറ്റന്നാളോ ആയിട്ട്. ഓൾറെഡി നാളെ ഞാനൊരു പൂജ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു കഴിഞ്ഞാൽ മിക്കതും മറ്റന്നാൾ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറേ കാലമായിട്ട് ഇവിടെ തന്നെയാണോ? 3 വർഷമായിട്ട്. ഞാൻ 27 വർഷമായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് ശാന്തിക്കാരനാണ്. പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ചോറ്റാനിക്കരുണ്ടായിരുന്നു, 3 തവണ ചോറ്റാനിക്കരുണ്ടായിരുന്നു. അതുപോലെ എത്താൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷം. 100%. ആഗ്രഹിച്ചിരുന്നു. പിന്നെ വലിയൊരു ഭാഗ്യം. ഞാനത് അറിഞ്ഞില്ല. ഞാൻ ഫോണിങ്ങനെ നിർത്താണ്ട് അടിക്കണുണ്ടായപ്പോഴാണ് തോന്നിയത് ഇതായിരിക്കും എന്ന്. ഒന്ന് മറ്റേ ഈ എന്താ പറയുക, പൊതുവെ ഒരു ആൺകുഞ്ഞുണ്ടായി എന്നൊക്കെ പറയണ, അല്ലെ, എന്ത് കുട്ടിയിലും ഗലാംഗത്വം ഇല്ലാത്തൊരു കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞ പോലത്തെ ഒരു സന്തോഷമാണ് ഉണ്ടായത്. ഞാൻ മിക്കതും തിങ്കളാഴ്ച പോവാന്ന് വിചാരിക്കുന്നു. എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ളത്. ഇല്ല, എനിക്ക് ഫോൺ ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടായില്ല. അവര് അറിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും. എന്തായാലും എല്ലാവരും ലൈവാണല്ലോ. ഒന്നും പറയില്ല. എത്രയും പെട്ടെന്ന് സന്നിധിയിലേക്ക് എത്തുക അല്ലേ? ഇത് മകനും 2ാമത്തെ മകനാണ്, അല്ല മൂത്ത മകനാണ്. 2 ആൺകുട്ടികളാണ് എനിക്ക്. മൂത്താൾ +2, 2ാമത്തെ ആള് 6ാം ക്ലാസ്സിൽ. ശാസ്താവ് തന്നെയല്ലേ പ്രതിഷ്ഠ? ശബരിമലയുടെ ഒരു ചെറിയ രൂപം. ഇവിടുത്തെ അനുഗ്രഹം, ഇവിടെ ഒരു അനുഗ്രഹം ഉണ്ടായി. 100% ഭജിച്ചതിന്റെ ആയിരിക്കും. ശബരിമലയിൽ എത്തിക്കൂടി അല്ലേ? ആങ്സൈറ്റി മറ്റേന്താ പറയാ, ഫുൾ ബ്ലാങ്ക് ആയ പോലത്തെ ഒരവസ്ഥ. അതിന് പ്രത്യേകിച്ച് എനിക്ക് പറയാൻ പ്രത്യേകിച്ച് വാക്കുകളില്ല. അതായത് ഇതിൽ പരൊരു സന്തോഷം. തൃശ്ശൂർ ചാലക്കുടി ഏറന്നൂർ മനയിലെ ഇ ഡി പ്രസാദ് നമ്പൂതിരി സംസാരിക്കുന്നതും ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.